ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നഗരസഭാ കൗൺസിൽ സജിത്ത് ആവശ്യപ്പെടുന്നത്. ജലവിതരണം സുഗമമല്ലാത്തത് മൂലം ഇത്തരത്തിൽ ജലനഷ്ടം മൂലം ജലക്ഷാമം നേരിടാൻ കാരണമാണെന്നും കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നു. പകൽ സമയത്ത് പമ്പിംഗ് നടത്താനാവില്ലെന്ന വാട്ടർ അതോറിറ്റിയുടെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പാതിരാത്രിയിൽ പ്ലംബിംഗ് നടത്തുമ്പോൾ പൊതുജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നില്ലെന്നും വെള്ളത്തിന്റെ പ്രഷർ വർദ്ധിച്ച് വ്യാപകമായി പൈപ്പ് പൊട്ടി ജലനഷ്ടമുണ്ടാകുന്നുണ്ടെന്നും സജിത്ത് ചൂണ്ടിക്കാണിക്കുന്നു. വരോട്, പനമണ്ണ സൗത്ത്, കണ്ണിയമ്പുറം എന്നീ പ്രദേശങ്ങളിലേക്ക് പ്രധാന പമ്പിംഗ് ലൈൻ ചേരിക്കുന്ന് ടാങ്കിൽ നിന്നാണ്. ഒറ്റപ്പാലം റെസ്റ്റ് ഹൗസ് ടാങ്കിലേക്ക് റോ വാട്ടറിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം അവിടെ നിന്നും പമ്പ് ചെയ്ത് ചേരിക്കുന്ന് ടാങ്കിൽ എത്തിച്ചു കഴിഞ്ഞാണ് ഈ പറയുന്ന വരോട്, തോട്ടക്കര, പനമണ്ണ സൗത്ത്, കണ്ണിയമ്പുറം പ്രദേശങ്ങളിലേക്ക് സമയബന്ധിതമായിട്ട് വാളുകൾ തുറന്ന് വെള്ളം നൽകുന്നത്. എന്നാൽ ഇപ്പൊ ഏകദേശം ഒരു 3-3.5 മാസത്തോളമായി അമൃത് പദ്ധതിയിലെ 2000 കണക്ഷൻസ് നൽകിയ ശേഷം നിലവിൽ ഇപ്പോൾ 1.5 ആടം ലഭിച്ചിരുന്ന വെള്ളം ഇത്രയും ഒരു വേനൽ ശക്തി പ്രാപിച്ചു നിൽക്കുമ്പോഴും ഒപ്പം തന്നെ നിലവിലെ മീറ്റ തടയണയിൽ ആ ജലസംഭരണി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോഴും ആ ജലസ്രോതസ്സിൽ നിന്നും വെള്ളമെടുത്ത് കൃത്യമായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ തുടരുന്ന സാഹചര്യം. നിലവിൽ പമ്പിംഗ് ചെയ്യുന്ന സമയം 1.5 ആടമാണ് വാർഡുകളിലേക്ക് ലഭിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ 3-4 ദിവസം കഴിയുമ്പോഴാണ് കുടിവെള്ളം ഈ പറയുന്ന നഗരസഭാ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. അതുമാത്രമല്ല പാലപ്പുറം ഭാഗത്തും ഈ പറയുന്ന ഇഷ്ടൊറ്റപ്പാലം ഭാഗത്തും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ട് എന്നാണ് അവിടെയുള്ള ജനപ്രതിനിധികളും പറയുന്നത്. എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത് പനമണ്ണ സൗത്ത് ഭാഗത്തായിട്ടാണ്. ഈ പ്രദേശത്തേക്ക് വെള്ളം കൃത്യമായിട്ട് ലഭിക്കാത്തതിനാൽ ഇതിന്റെ പരാതി പാലക്കാട് SXC അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ട് ഒരു ദിവസം പകലും ഒരു ദിവസം രാത്രിയും പമ്പ് ചെയ്യുക എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ഇതിന്റെ പരാതി ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് നൽകുവാനാണ് ഞങ്ങൾ ജനപ്രതിനിധികളുടെ ഉൾപ്പെടെ തീരുമാനം. വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്തമായുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി വിവിധ മേൽഘടകങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സജിത്ത് വ്യക്തമാക്കി.